ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സാണ് നോക്കുന്നത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ 30 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പ്രീവിയസ് ചോദ്യങ്ങൾ എന്തുണ്ട് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഒരു കാര്യം കൂടി പറയട്ടെ. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും തെറ്റുകളോ പോസിറ്റീവ് കമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിന് പഠിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ പിന്നെയും വീഡിയോ കാണുന്നതിനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഏതു ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? ഏത് ദിക്കിലേക്കാണ്? ഏത് ദിക്കിലേക്ക് അഭിമുഖമായാണ് ശില നിർത്തപ്പെടേണ്ടത്? ആ ദിക്കിലേക്ക് അഭിമുഖമായി എന്ത് ചെയ്യണം? ബിംബം പ്രതിഷ്ഠിക്കപ്പെടണം. അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം. ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? ഏത് ദിക്കിലേക്കാണ്? ഏത് ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണോ ശില നിർത്തപ്പെടേണ്ടത്, ആ ദിക്കിലേക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യണം? ബിംബം പ്രതിഷ്ഠിക്കണം. മനസ്സിലായല്ലോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, പ്രധാന വഴിപാടായ ധാര അഭികാമ്യമല്ലാത്ത ശിവക്ഷേത്രമേത്? അത് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തെക്കേടത്ത് ശിവക്ഷേത്രമാണ്. അപ്പോൾ പ്രധാന വഴിപാടായ ധാര അഭികാമ്യമല്ലാത്ത ശിവക്ഷേത്രമേത്? അത് ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തെക്കേടത്ത് ശിവക്ഷേത്രമാണ്. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്, ശമ്പരനോടുള്ള യുദ്ധത്തിൽ കൈകേയി ചെയ്ത സഹായം എന്തായിരുന്നു? തേരിൻ്റെ അച്യുതൻ്റെ കീകരം ഇളകിപ്പോയി. അതിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? തൻ്റെ കൈവിരൽ ചേർത്തുറപ്പിച്ച് തേരിനെ കേടുകൂടാതെ കൈകേയി സൂക്ഷിച്ചു. ഈ നമ്മുടെ അച്യുതൻ്റെ കീകലം എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സൈഡിലൊരു ആണി ഉണ്ടല്ലോ, ആ ആണിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ കൈകേയി ചെയ്ത സഹായം എന്തായിരുന്നു? തേരിൻ്റെ അച്യുതൻ്റെ കീകലം ഇളകിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു സ്ഥലത്ത് കൈകേയി തൻ്റെ വിരൽ ഉറപ്പിച്ച് തേരിനെ കേടുകൂടാതെ സൂക്ഷിച്ചു. ഇതാണ് പറയുന്നത്. അടുത്ത നാലാമത്തെ ചോദ്യമാണ്, ലക്ഷ്മണൻ രാമനോടൊപ്പം വനവാസത്തിന് പോയപ്പോൾ സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്താണ്? രാമനെ ദശരഥനെന്നും സീതയെ സുമിത്ര എന്നും വനത്തെ അയോധ്യ എന്നും കരുതുക. അപ്പോൾ അത് പറയുന്നത് എന്താണ്? രാമം ദശരഥം വിദ്ധിമാം വിദ്ധി ജനകാത്മജം അയോധ്യ മടവീം വിദ്ധിം ഗച്ഛതാതയാ ഥാ സുഖം. ഇങ്ങനെ ആ ഒരു വാക്ക് കിട്ടുന്നില്ല. ഓക്കെ. അപ്പോൾ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജം അയോധ്യ മടവീം വിദ്ധിം ഗച്ഛതാതയാ ഥാ സുഖം. അപ്പോൾ നമ്മുടെ രാമനെ ദശരഥനെന്നും സീതയെ സുമിത്ര എന്നും വനത്തെ അയോധ്യ എന്നും കരുതുക എന്ന് പറയുന്ന വരിയാണ് ഈ ഒരു വരിയെന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്മണൻ രാമനോടൊപ്പം വനവാസത്തിന് പോയപ്പോൾ സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്താണ്? ആ ഒരു ഉപദേശമാണ് രാമം ദശരഥം വിദ്ധിമാം വിദ്ധി ജനകാത്മജം അയോധ്യ മടവീം വിദ്ധിം ഗച്ഛതാതയാ ഥാ സുഖം. രാമനെ ദശരഥൻ എന്നും സീതയെ സുമിത്ര എന്നും ആ ഒരു വനത്തെ എന്ത് ചെയ്യണം? അയോധ്യ എന്നും കരുതുക എന്നാണ് ലക്ഷ്മണന് സുമിത്ര നൽകിയ ഉപദേശം. മനസ്സിലായല്ലോ? അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, തിരുമുലനൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമേത്? അത് ചിദംബരം ക്ഷേത്രമാണ്. അപ്പോൾ തിരുമുലനൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് ചിദംബരം ക്ഷേത്രമാണ്. അപ്പോൾ തിരുമുലൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട ക്ഷേത്രം ഏതാണ്? അത് ചിദംബരം ക്ഷേത്രമാണ്. അടുത്ത ആറാമത്തെ ചോദ്യം, ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല? 91 കോലിൽ കുറയുവാൻ പാടില്ല. അപ്പോൾ ആറാമത്തെ ചോദ്യം, ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല? എത്രയാണ്? 91 കോലിൽ കുറയുവാൻ പാടില്ല. അപ്പോൾ ആറാമത്തെ ചോദ്യം, ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല? എത്ര കോലിലാണ്? 91 കോലിൽ കുറയുവാൻ പാടില്ല. അടുത്ത് ഏഴാമത്തെ ചോദ്യം, ക്ഷേത്രങ്ങളിൽ ചെരിപ്പൂരണം എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്?
ഒരു ആരോഗ്യത്തിന് ഉത്തമമായ ഭൗമകാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കുവാനും ക്ഷേത്ര അങ്കണത്തിലെ ശുദ്ധമായ മണ്ണിൻ്റെ ഔഷധ ഗുണം കൈക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താണ് ചെരുപ്പൂർണമെന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ വശമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങളിൽ ചെരുപ്പൂർണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ആരോഗ്യത്തിന് ഉത്തമമായ ഭൗമകാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കുവാനും ക്ഷേത്ര അങ്കണത്തിലെ ശുദ്ധമായ മണ്ണിൻ്റെ ഔഷധ ഗുണം കൈക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ഷേത്രത്തിൽ ചെരുപ്പൂർണമെന്ന് പറയുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യം. കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏതു കൃതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്? ഏത് കൃതിയെ ആധാരമാക്കിയിട്ടാണ്? കൃഷ്ണഗീതിയെ ആധാരമാക്കിയിട്ടാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്നത്. അപ്പോൾ കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കി അവതരിപ്പിക്കുന്നു? ഏത് കൃതിയാണ്? കൃഷ്ണഗീതിയെ ആധാരമാക്കിയാണ് അവതരിപ്പിക്കുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണത്? അത് തന്ത്രസമുച്ചയമാണ്. അപ്പോൾ ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണത്? അത് തന്ത്രസമുച്ചയമാണ്. അടുത്ത 10ാമത്തെ ചോദ്യമാണ്. വേദാംഗങ്ങളുടെ സംഖ്യ എത്രയാണ്? 6 ആണ്. അപ്പോൾ 10ാമത്തെ ചോദ്യം, വേദാംഗങ്ങളുടെ സംഖ്യ എത്രയാണ്? 6 ആണ് വേദാംഗങ്ങളുടെ സംഖ്യ എന്ന് പറയുന്നത്. അടുത്ത 11ാമത്തെ ചോദ്യം. കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം എന്നാണ്? അത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്. അപ്പോൾ കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം എന്നാണ്? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിവസം. അടുത്ത 12ാമത്തെ ചോദ്യം. നാരായണീയം എന്ന സ്തോത്ര കാവ്യം രചിച്ചത് ആരാണ്? അത് നാരായണ ഭട്ടതിരിയാണ്. അപ്പോൾ നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആരാണ്? അത് നാരായണ ഭട്ടതിരിയാണ്. അപ്പോൾ നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആരാണത്? അത് നാരായണ ഭട്ടതിരിയാണ്. മനസ്സിലായല്ലോ? അടുത്ത് 13ാമത്തെ ചോദ്യം. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? അത് തൃക്കാക്കരയാണ്. തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പറയുന്ന തൃക്കാക്കര ക്ഷേത്രമാണ് വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രമെന്ന് പറയുന്നത്. അപ്പോൾ വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് തൃക്കാക്കരയാണ്. അപ്പോൾ വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത 14ാമത്തെ ചോദ്യം. പുരാണങ്ങളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. അപ്പോൾ പുരാണങ്ങൾ എത്ര എണ്ണമാണ്? 18 പുരാണങ്ങളാണ് ഉള്ളത്. പുരാണങ്ങളുടെ എണ്ണം എത്രയാണ്? 18. 15ാമത്തെ ചോദ്യം. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? അത് ഗുരുവായൂരിലാണ്. അപ്പോൾ വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? അത് ഗുരുവായൂരിലാണ് വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത്. അപ്പോൾ വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? അത് ഗുരുവായൂരിലാണ്. അടുത്ത് 16ാമത്തെ ചോദ്യം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥമെന്ത്? എന്തർത്ഥമാണ്? ശരീരമെന്ന അർത്ഥമാണ്. അപ്പോൾ 16ാമത്തെ ചോദ്യമാണ്. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്? ശരീരം എന്നാണ്. അപ്പോൾ ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥമെന്ത്? എന്തർത്ഥമാണ്? ശരീരം എന്ന അർത്ഥമാണ് ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം. അപ്പോൾ 16ാമത്തെ ചോദ്യം. ക്ഷേത്ര ശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്? ശരീരം എന്നാണ്. അടുത്ത 17ാമത്തെ ചോദ്യമാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യൻ ആരാണ്? അത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ചുള്ള ചിന്മുദ്രയുടെ മഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത 18ാമത്തെ ചോദ്യം. വടക്കുംനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവനാര്? ചാടിക്കയറി എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ അറിഞ്ഞാത്തവർ എന്ത് ചെയ്യും? നമ്മുടെ ശ്രീകൃഷ്ണൻ എന്ന എഴുതി വയ്ക്കുക. ആരാണ്? നമ്മുടെ ശിവനാണ്. അപ്പോൾ വടക്കുംനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവൻ ആരാണ്? അത് ശിവനാണ്. ആരാണ്? ശിവൻ. വടക്കുംനാഥൻ ശിവൻ. അടുത്ത 19ാമത്തെ ചോദ്യം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. എറണാകുളമല്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണത്? അത് തൃശ്ശൂരിലാണ്. അടുത്ത 20ാമത്തെ ചോദ്യം.
നമ്പി ആണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ എന്തെന്ന് അറിയപ്പെടുന്നു? ഇതൊക്കെ പ്രീവിയസ് ആണ്. ഏതാണ്? എന്തെന്നറിയപ്പെടുന്നു? തേവാരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്പി ആണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ എന്തെന്നറിയപ്പെടുന്നു? തേവാരമെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്പിയാണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ എന്തെന്നറിയപ്പെടുന്നു? തേവാരമെന്ന് അറിയപ്പെടുന്നു. മനസ്സിലായല്ലോ. അടുത്ത 21ാമത്തെ ചോദ്യമാണ്, ഐതരേയോപനിഷത്ത് ഏത് വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാ? ഋഗ്വേദവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഐതരേയോപനിഷത്ത് ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഋഗ്വേദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഐതരേയോപനിഷത്ത് ഏത് വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഋഗ്വേദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഐതരേയ ഉപനിഷത്ത്. അടുത്ത 22ാമത്തെ ചോദ്യമാണ്, സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വേദം ഏതാണ്? സാമവേദമാണ്. ആ ഒരു പാട്ടൊക്കെ തന്നെയുണ്ട്, സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ, ആ പാട്ടൊക്കെ ഉണ്ട്, അറിയല്ലോ. അപ്പോൾ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട വേദം ഏതാണ്? നമ്മുടെ സാമവേദമാണ്. ഏതാണ്? സാമവേദം. അടുത്ത് 23ാമത്തെ ചോദ്യം, ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥമേത്? ഏതാണ്? അത് തന്ത്ര സമുച്ചയമാണ്. അപ്പോൾ ചേനാസ് നാരായണൻ രചിച്ച തന്ത്രശാസ്ത്ര ഗ്രന്ഥം ഏതാണ്ടാ? അത് തന്ത്ര സമുച്ചയമാണ്. അപ്പോൾ നമ്മുടെ ചേനാസ് നാരായണൻ രചിച്ച തന്ത്രശാസ്ത്ര ഗ്രന്ഥം ഏതാണ്? അത് തന്ത്ര സമുച്ചയമാണ്. അടുത്ത 24ാമത്തെ ചോദ്യം, ആദികാവ്യം എന്ന് പ്രസിദ്ധമായ കൃതി ഏത്? ആരാണ്? അത് വാൽമീകി രാമായണമാണ്. അപ്പോൾ ആദികാവ്യം എന്ന് പ്രസിദ്ധമായ കൃതി ഏതാണ്? അത് വാൽമീകി രാമായണത്തെയാണ് ആദികാവ്യമെന്ന് പ്രസിദ്ധമായ കൃതി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അടുത്ത് 25ാമത്തെ ചോദ്യമാണ്, ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏത്? ഏതാണ്? അത് നമ്മുടെ ശ്രീകോവിലാണ്. അപ്പോൾ ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം ഏതാണ്? ഏതാണ്? അത് നമ്മുടെ ശ്രീകോവിലാണ് ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം. അടുത്ത 26ാമത്തെ ചോദ്യം, ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷമെന്ന്? എന്നാണ്? അത് 2015 അപ്പോൾ ഒരു ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം ഏതാണ്? അത് 2015. അടുത്ത 27ാമത്തെ ചോദ്യം, ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏതാണ്? ഏതാണ്? ശ്വേതശതരോപനിഷത്താണ്. അപ്പോൾ ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏതാണ്? ഏതാണ്? ശ്വേതശതരോപനിഷത്താണ്. അപ്പോൾ 27ാമത്തെ ചോദ്യം, ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് ഏതാണ്? ശ്വേതശതരോപനിഷത്താണ് ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അടുത്ത 28ാമത്തെ ചോദ്യം, പിൽക്കാലത്ത് ദിക്പാലകന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവത ആരാണ്? ആരാണ്? നമ്മുടെ ഇന്ദ്രനാണ്. അപ്പോൾ പിൽക്കാലത്ത് ദിക്പാലകന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവതയാര്? ആരാണ്? നമ്മുടെ ഇന്ദ്രനാണ്. ആരാണ്? ഇന്ദ്രനാണ്. അടുത്ത 29ാമത്തെ ചോദ്യം, ജനമേജയൻ്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആര്? അത് തക്ഷകനാണ്. അപ്പോൾ ജനമേജയൻ്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആരാണ്? അത് തക്ഷകനാണ്. ആരാണ്? തക്ഷകനാണ്. ചോദ്യം ഒന്നുകൂടി പറയാം, ജനമേജൻ്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യനാര്? ആരാണത്? അത് തക്ഷകനാണ്. അടുത്ത് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏതാണ്? അത് നമ്മുടെ കൂടിയാട്ടമാണ്. അപ്പോൾ നമ്മുടെ ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏതാണ്? അത് നമ്മുടെ കൂടിയാട്ടമാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം, ഏതു ദിക്കിലേക്ക് അഭിമുഖമായിട്ടാണ് ബിംബം പ്രതിഷ്ഠിക്കപ്പെടേണ്ടത്? ഏത് ദിക്കിലേക്ക് അഭിമുഖമായാണോ ശില നിർത്തപ്പെടേണ്ടത്
ആ ദിക്കിലേക്ക് അഭിമുഖമായിട്ട് എന്ത് ചെയ്യണം? ബിംബം പ്രതിഷ്ഠിക്കപ്പെടണം. അടുത്ത ചോദ്യം, പ്രധാന വഴിപാടായ ധാര അഭികാമ്യമല്ലാത്ത ശിവക്ഷേത്രം. ആയിരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ തെക്കേടത്ത് ശിവക്ഷേത്രമാണ്. ശമ്പരനോടുള്ള യുദ്ധത്തിൽ കൈകേയി ചെയ്ത സഹായം എന്തായിരുന്നു? തേരിൻ്റെ അച്യുതൻ്റെ ആ ഒരു കീലകം ഇളകിപ്പോയി. അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ സ്ഥാനത്ത് നമ്മുടെ കൈകേയിയുടെ വിരൽ വെച്ചിട്ട് എന്ത് ചെയ്തു? തേരിനെ കേടുകൂടാതെ സംരക്ഷിച്ചു. അടുത്ത്, ലക്ഷ്മണൻ രാമനോടൊപ്പം വനവാസത്തിന് പോയപ്പോൾ സുമിത്ര ലക്ഷ്മണന് നൽകിയ ഉപദേശം എന്താണ്? രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജമയോധ്യാം മടവീം വിദ്ധിം ഗച്ഛദാതയാഥാ സുഖം എന്നാണ് പറഞ്ഞത്. എന്താണ്? രാമനെ ദശരഥനെന്നും സീതയെ സുമിത്രയെന്നും വനത്തെ അയോധ്യയെന്നും കരുതുക എന്നാണ് ആരോട് പറഞ്ഞത്? സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞത്. തിരുമുല നൈനാർ എന്ന മഹർഷിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട ക്ഷേത്രമേത്? അത് ചിദംബരം ക്ഷേത്രമാണ്. ക്ഷേത്രകുളത്തിൻ്റെ ചുറ്റളവ് എത്ര കോലിൽ കുറയുവാൻ പാടില്ല? പാടില്ല 91 കോലിൽ കുറയുവാൻ പാടില്ല. അടുത്ത്, ക്ഷേത്രങ്ങളിൽ ചെരിപ്പൂർണം എന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രീയ വശം എന്താണ്? ആരോഗ്യത്തിന് ഉത്തമമായ ഭൗമകാന്തിക പ്രസരണം നമ്മുടെ ശരീരത്തിലേക്ക് സംക്രമിക്കുവാനും ക്ഷേത്രാങ്കണത്തിലെ ശുദ്ധമായ മണ്ണിൻ്റെ ഔഷധം ഗുണം കൈക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിൽ ചെരിപ്പൂർണം, നമ്മുടെ ഇടയ്ക്കൊക്കെ ചില ക്ഷേത്രങ്ങളിൽ ഷർട്ടൂർണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അടുത്ത്, കൃഷ്ണനാട്ടം എന്ന കലാരൂപം ഏത് കൃതിയെ ആധാരമാക്കി അവതരിപ്പിക്കുന്നത്? കൃഷ്ണഗീതിയാണ്. ക്ഷേത്ര നിർമ്മാണം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാണ്? അത് തന്ത്രസമുച്ചയമാണ്. വേദാംഗങ്ങളുടെ സംഖ്യ എത്രയുണ്ട്? അത് 6 കുചേല ദിനവുമായി ബന്ധപ്പെട്ട ദിനമെന്നാണ്? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. നാരായണീയം എന്ന സ്തോത്രകാവ്യം രചിച്ചത് ആരാണ്? നാരായണ ഭട്ടതിരിയാണ്. വാമനനെ ആരാധിക്കുന്ന ക്ഷേത്രം ഏതാണ്? അത് തൃക്കാക്കര ക്ഷേത്രമാണ്. പുരാണങ്ങളുടെ എണ്ണം എത്രയുണ്ട്? 18. വർഷം തോറും ചെമ്പൈ സംഗീതോത്സവം നടക്കുന്നത് എവിടെയാണ്? അത് ഗുരുവായൂരിലാണ്. ക്ഷേത്രശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്തെന്നാണ്? ശരീരം എന്നാണ്. മനസ്സിലായല്ലോ? ശരീരം എന്നാണ്. സ്വാമി വിവേകാനന്ദന് ചിന്മുദ്രയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത കേരളീയനായ ആത്മീയ ആചാര്യനാർ ആരാണത്? അത് ചട്ടമ്പി സ്വാമിയാണ്. ചട്ടമ്പി സ്വാമിക്കൊക്കെ കുറേ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ. അടുത്ത്, വടക്കുംനാഥൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവൻ നമ്മുടെ ശിവനാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനം തൃശ്ശൂരിലാണ്. നമ്പിയാണ്ടാർ നമ്പി ചിട്ടപ്പെടുത്തിയ 11 തിരുമുറകളിൽ ഏറ്റവും ആദ്യത്തെ 7 പൊതുവെ എന്തെന്നറിയപ്പെടുന്നു? തേവാരമെന്ന് അറിയപ്പെടുന്നു. ഐതരയോപനിഷത്ത് ഏത് വേദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഐതരയോപനിഷത്ത് ഏതാണ്? അത് ഋഗ്വേദമാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട വേദം സാമവേദം നാവിയിൽ ഉണർത്തിയ സ്വാമിയെ ഏതാണ്? നമ്മുടെ സാമവേദം. ചേനാസ് നാരായണൻ രചിച്ച തന്ത്രഗ്രന്ഥമേത്? തന്ത്ര സമുച്ചയമാണ്. ആദികാവ്യം എന്ന പ്രസിദ്ധമായ കൃതി വാൽമീകി രാമായണമാണ്. ഗർഭഗൃഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രഭാഗം അത് ശ്രീകോവിലാണ്. ഓർഡിനൻസ് ആയിരുന്ന ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആക്ട് നിയമമാക്കിയ വർഷം 2015. ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യം രചിച്ച 11ാമത്തെ ഉപനിഷത്തേത്? ശ്വേതാശതരോപനിഷത്ത്. പിൽക്കാലത്തെ ദിക്പാലകന്മാരിൽ ഒരാൾ മാത്രമായി പരിഗണിക്കപ്പെട്ട വൈദിക ദേവത ആരാണ്? അത് ഇന്ദ്രനാണ്. ജനമേജൻ്റെ സർപ്പയജ്ഞവേളയിൽ ഇന്ദ്രൻ അഭയം നൽകി രക്ഷിച്ച നാഗമുഖ്യൻ ആരാണ്? അത് തക്ഷകനാണ്. നമ്മുടെ ലാസ്റ്റ് ചോദ്യം, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രംഗകലാരൂപം ഏതാണ്ടാ? അത് കൂടിയാട്ടമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ബാക്കി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മുടെ റൈറ്റ് സൈഡിലെ ടോപ്പിൽ ഇങ്ങനെ ഓരോ പേപ്പർ വരുന്ന പോലെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ബാക്കി വീഡിയോസും കൂടെ കാണാം. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ നമ്മൾ ഇന്നേ വരെ ചെയ്ത ഏകദേശം 32 ഇതും കൂടെ കിട്ടുമ്പോൾ 33 വീഡിയോ ആണെന്ന് തോന്നുന്നു. ഇത്രയും വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ടെത്തിയേക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ.